കഥ ബ്ലൂ വെയിൽ. രചന അവതരണം മണിശങ്കർ. ഇന്നെങ്കിലും മറക്കാതെ അവന് നോട്ട് ബുക്ക് വാങ്ങണേ എന്ന് പടിയിറങ്ങാൻ നേരം അവൾ വീണ്ടും ഓർമ്മിപ്പിച്ചു. ജോലി കഴിഞ്ഞ് സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവും നിർവഹിച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ പാതിരാത്രി കഴിയും. മോന് നോട്ട് വാങ്ങിയില്ലല്ലോ എന്ന് ഓർമ്മ വരിക നിരത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള ഊടുവഴിയിൽ കയറുമ്പോഴാണ്. അവളുടെ പിറുപിറുപ്പ് നേരം കാതിൽ വന്നലയ്ക്കും. അവൾക്ക് അവളുടെ മോൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. സാമൂഹ്യ ബോധമില്ലാത്ത പരീക്ഷ. അവൾക്ക് പോയി വാങ്ങിയാലെന്താ? എന്തെങ്കിലും ഒരു കുറവുണ്ടോ രണ്ടെണ്ണത്തിന്? എന്നിട്ടും പരാതി തന്നെ പരാതി. അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം കൂടിക്കൂടി വരും. വീട്ടിലെത്തുമ്പോഴേക്കും അയാളെ കാത്ത് മടുത്ത് മകൻ ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ അവൻ ഉണരും മുമ്പേ അയാൾ ഓഫീസിലേക്ക് പുറപ്പെടും. അയാളെല്ലാം അവന് വേണ്ടി ഒരുക്കിയിട്ടും നോട്ടില്ലാതെയും പ്രോജക്റ്റ് ചെയ്യാൻ ചാർട്ടില്ലാതെയും സ്കൂളിൽ അപമാനിക്കപ്പെട്ട് അവനും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അന്ന് അയാൾ പതിവിന് വിപരീതമായി നേരത്തെ എത്തി. ഒപ്പം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടറും അനുബന്ധ സാമഗ്രികളും. ഇതെവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ മകൻ്റെ മുറിയിലേക്ക് വിരൽ ചൂണ്ടി. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയും മകനും കേൾക്കാൻ വേണ്ടി തന്നെ ഉച്ചത്തിൽ അയാൾ പറഞ്ഞു, കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം, എന്നാലേ ഇനിയുള്ള കാലം പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് ലോൺ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. മുരടനെങ്കിലും മകനോട് അല്പം സ്നേഹമൊക്കെയുണ്ട്. അവൾക്കും സമാധാനമായി. അച്ഛൻ ആദ്യമായി തനിക്ക് വേണ്ടി കൊണ്ടുവന്ന വസ്തുവല്ലേ എന്ന സന്തോഷത്തിൽ അവനും കമ്പ്യൂട്ടറിനെ പ്രണയിച്ചു തുടങ്ങി. തമ്മിലടിക്കുന്ന അച്ഛനും അമ്മയും ഇല്ലാത്ത വേറെ ലോകങ്ങൾ കാണിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടർ അവനെ വിസ്മയിപ്പിച്ചത്. അവൻ രസിച്ച് തന്നെ മുന്നേറി. പോലെയല്ല, കമ്പ്യൂട്ടറിൽ മിടുമിടുക്കനാണല്ലോ മകനെന്ന് അയാൾ അഭിമാനിച്ചു. അച്ഛനോട് മകൻ കൂട്ടുകൂടുന്നതിൽ അവളും സന്തോഷിച്ചു. അതൊരു കെണിയാണെന്ന് പക്ഷേ അവരാരും നേരം അറിഞ്ഞില്ലെന്ന് മാത്രം. ക്രമേണ അവൻ അവരിൽ നിന്ന് അപരിചിതനായി മാറിക്കൊണ്ടിരുന്നു. പിന്നെ തിരിച്ചു കയറാനാകാത്ത വിധം താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോകുകയായിരുന്നു.